ഈ സ്റ്റുഡിയോ തുടങ്ങാനായിട്ട് അതായത് മുതലാളി തുടങ്ങിയിരിക്കില്ലേ, അത് എങ്ങനെയാണ് തുടങ്ങിയത്, എന്തുകൊണ്ടാണ്, ഏതാണ്? അത് വാസ്തവം പറയുകയാണെങ്കിൽ അന്ന് ഈ മലയാള സിനിമ തമിഴ് സിനിമ ഏതായിരുന്നാലും മദ്രാസിലാണ് വേദി ഉറച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്ത ഒരു സിനിമ ഭക്തപ്രഹ്ലാദാണ്. ഭക്തപ്രഹ്ലാദ. അത് വേറെ പ്രൊഡ്യൂസർ വേറെയാണ്, പക്ഷെ പുള്ളിയാണ് എൻ്റെ ചാർജായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് തിയേറ്റർ മാത്രം പോരാ, കേരളത്തിൽ ട്രിവാൻഡ്രത്ത് സ്റ്റുഡിയോ വേണം. അന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തെ സ്വഭാവം അറിയാമല്ലോ, ആര് പറഞ്ഞാലും കേൾക്കില്ല. അതുകൊണ്ട് അന്ന് തുടങ്ങിയതാണ്. അന്നിവിടെ വെറും കാടായിരുന്ന സ്ഥലമാണ്. ഇത് സ്കൂളായിരുന്നു പണ്ട്. ഈ നമ്മുടെ മാറിയോൻസ് ടീമേനിയുടെ വക സ്കൂളായിരുന്നു. ആ സ്കൂള് പിന്നെ അടച്ചിട്ടു. അപ്പോൾ വാങ്ങിച്ചിട്ടാണ് പിന്നെ ഒന്നേന്ന് ഇലക്ട്രിസിറ്റി അതെല്ലാം നമ്മൾ തന്നെ വലിച്ച് തുടങ്ങി ഇത്രയായി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ പലരും വന്ന് വേറെ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ തുടങ്ങാനൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അത് കൊടുക്കാറില്ല. അന്നത്തെ മിക്ക ആർട്ടിസ്റ്റും നമ്മുടെ സ്റ്റുഡിയോയിലല്ലേ സാർ താമസിച്ചത്? അതെ, അന്നത്തെ ഫിലിം മേക്കിംഗ് എന്ന് വെച്ചാൽ അതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. നസീറേട്ടൻ, ഞങ്ങൾ എല്ലാവരും ഇവിടെ താമസിച്ചിട്ടുണ്ട്. അന്നത്തെ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഇതുപോലെയാണ്. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ അഭിനയിക്കുന്ന നസീർ, എസ് പി പിള്ള, കുമാരി, അടൂപ്പങ്കൻ, ഇങ്ങനെ എല്ലാ ആർട്ടിസ്റ്റും വരും. 15 ദിവസം 20 ദിവസം താമസിക്കും, ചെയ്യേണ്ട ജോലി ചെയ്യും, അത് കഴിഞ്ഞിട്ട് പോകും. പോകുന്ന സമയത്ത് ചോദിക്കും നമ്മൾ അടുത്ത പടം എപ്പോഴാണ് എടുക്കാൻ പോകുന്നത്, ആ ഡേറ്റ് കഴിഞ്ഞിട്ട് വേറെ. അതെ. പിന്നെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ അന്നത്തെ പ്രൊഡ്യൂസർമാർ കഥ എഴുതുമ്പോൾ കഥയെല്ലാം നോക്കുന്നത് അതിൽ സുകുമാരിക്ക് റോൾ വേണം, നസീറിന് റോൾ വേണം, പങ്കജത്തിന് റോൾ വേണം, എസ് പി പിള്ളയ്ക്ക് റോൾ വേണം, ഇങ്ങനെ ആർട്ടിസ്റ്റിനെ പറഞ്ഞാൽ റോൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുടുംബം പോലെയാണ്. മാത്രമല്ല വർക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും രാവിലെ എല്ലാവരും ഇവിടെ വരും. മേക്കപ്പ് ഇട്ടാലും ഇടാതെ വന്ന് നിന്ന് വർത്തമാനം പറഞ്ഞു ചിരിച്ചു കളിച്ചു അങ്ങ് പോയി. പിന്നെ വേറെ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരു പടം റിലീസ് ചെയ്യുമ്പോൾ ഒരു പ്രൊഡ്യൂസറെക്കാളും കൂടുതൽ ആങ്സൈറ്റി അത് അഭിനയിച്ച ആൾക്കാർക്കാണ്. എങ്ങനെ വന്നു, എന്താണ്, മറ്റാണ്, മറിച്ചാണ്. അപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് ചോദിക്കും എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിനൊരു ആവശ്യം വന്നാലും പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണ്. അവർക്ക് പൈസ കൊടുക്കാനുണ്ടോ അങ്ങനെയുള്ള ഒരു ഏർപ്പാടേ ഇല്ല. ആ ഒരു സിസ്റ്റം ഇന്നത്തെ കാലത്ത് അത് ആലോചിക്കാൻ പോലും വയ്യ. നമ്മുടെ ഉദയ സ്റ്റുഡിയോയും മെരിലാൻഡും തമ്മിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു അല്ലേ സാർ? ബിക്കോസ് പടത്തിലും ശരി, ആർട്ടിസ്റ്റ് അവിടെ ഉള്ള ആർട്ടിസ്റ്റ് ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു അല്ലേ? അതേ കാരണം എന്ന് വെച്ചാൽ ഒരു കൊല്ലത്ത് 3 ചിത്രം ഇവർ രണ്ടുപേരും ഇറക്കും. ഒന്ന് ഓണത്തിന്, ഒന്ന് വിഷുവിന്, ഒന്ന് ക്രിസ്മസിന്. അത് ഡെഫിനറ്റായിട്ട് 3 പേര് ഇറക്കിയിരിക്കും. പക്ഷേ ആ ഇറക്കുന്നതിൽ തന്നെ ചിലപ്പോൾ ഈ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ക്ലാഷ് ആയപ്പോലും ഒരാളിനെ കൂട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ കൂട്ടുകയോ രണ്ടുപേരും ചെയ്യാറില്ല. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുകയാണ്. ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ചോദിക്കുകയാണ്, ഒരു 2 ദിവസത്തേക്ക് ഉദയ പോയിട്ട് വന്നാൽ ആ പടം ചെയ്ത് ഞാൻ അപ്പം അയക്കും. അയ്യോ എൻ്റെ കോമ്പറ്റീറ്ററാണ്, ഞാൻ അയക്കാൻ പാടില്ലെന്ന് ആ ഫീലിംഗ് ഇല്ല, അപ്പം അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഞാനും ചാക്കോച്ചിയുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഏതെങ്കിലും ആർട്ടിസ്റ്റ് നമുക്കിവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയും ചാക്കോച്ച ഇങ്ങനെ സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അയച്ചത്, മോനെ ഞാൻ ഇപ്പം അയച്ചത് ഉടനെ അയച്ചത്. അത് ഒന്ന്. രണ്ടാമത്തേത് വന്നിട്ട് നമ്മൾ പുരാണ പടങ്ങളിലും ഈ നമ്മുടെ ഈ ഔട്ട്ഡോർ ചിത്രങ്ങളിലും നമ്മുടെ പടങ്ങൾ എപ്പോഴും നല്ല ഒരുപാട് ഔട്ട്ഡോർ. അതെ, അവരുടെ വന്നിട്ട് ഈ തച്ചോളി അതുപോലുള്ള വടക്കും വീരഗാഥ അങ്ങനെയുള്ള പടങ്ങൾ അവരാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ ഈ ഓരോരുത്തരെ കൊണ്ടുവരുന്ന ഓരോ ഇതുണ്ടല്ലോ, അതുപോലെ എനിക്ക് തോന്നുന്നു നസീറേട്ടൻ, ബഹദൂർക്ക, പിന്നെ തമ്പി സാർ എപ്പോഴും പറയും ഞാൻ മെരിലാൻഡ് സ്റ്റുഡിയോ ഇല്ലെങ്കിൽ ഞാനൊരു കലാകാരനായിട്ട് വന്നിരിക്കില്ല എന്ന് പറയും. അങ്ങനെ ഇവിടുന്ന് വന്ന ഒരുപാട് ആർട്ടിസ്റ്റ് ഇല്ലേ? അതുകൊണ്ട് അത് ഈ ആദ്യം റെക്കമെൻഡേഷനിൽ കൊടുത്തിട്ടുള്ളതല്ല. ഇപ്പോൾ സത്യനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്, ആത്മസഖിയിൽ. അപ്പോൾ അന്ന് അച്ഛനോട് പലരും പറഞ്ഞു പുതിയ ആർട്ടിസ്റ്റാണ്, നമ്മൾ ഇത്രയും വലിയ ഹെവി കമ്മിറ്റ്മെൻറ്റ്സിൽ ഉള്ളപ്പോൾ ചെയ്യാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല. ആ പടം മലയാളത്തിലും തമിഴിലും ചെയ്തതാണ്. തമിഴിലും സത്യം തന്നെ അദ്ദേഹം ഹീറോ ആയിട്ടുണ്ട്. പക്ഷേ പുള്ളിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നസീറിനെ അതുപോലെ തന്നെ ബഹദൂറുണ്ട്. പിന്നെ ശ്രീകുമാരൻ നമ്പി പാട്ട് എഴുതാൻ വിളിച്ചിട്ടുണ്ട്.
സമഗ്ര പരിശോധന ആദ്യമായിട്ട് പാട്ട് നമ്മുടെ പാട്ടാണ് ചെയ്തത്. അങ്ങനെ പല ആർട്ടിസ്റ്റുകളെയും വിളിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ചിലരൊക്കെ ഓർമ്മിക്കും, ചിലത് ഓർമ്മിക്കാറില്ല.